നമസ്കാരം. രാജ്യത്ത് SDPIക്ക് നിരോധനം വന്നേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA പരിശോധന. സംഭവത്തിൽ NIA 4 പേരെ അറസ്റ്റ് ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരം. ഇന്ന് പുലർച്ചെ 3 കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥ സംഘം 5 വീടുകളിൽ പരിശോധന നടത്തിയത്. പോലീസിനെ പോലും അറിയിക്കാതെയാണ് അവർ എത്തിയതെന്നാണ് സൂചന. 4 വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഓരോ വീടുകളിൽ നിന്നും ഓരോരുത്തരെ വീതം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. കാരണം ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിടികൂടിയതെന്നും ചോദ്യം ചെയ്യലിന് ശേഷം നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടാൽ കസ്റ്റഡിയിലെടുത്തവരെ വെറുതെ വിടുമെന്ന് ബന്ധുക്കളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കസ്റ്റഡിയിലായവരിൽ ഒരാൾ SDPIയുടെ ബ്രാഞ്ച് പ്രസിഡന്റാണ്. റിഷാദ്, ഖാലിദ്, സെയ്ദലവി, ഷിഹാബ് എന്നിവരെയാണ് NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റൊരു SDPI പ്രവർത്തകനായ ഷംനാദിന്റെ വീട്ടിലും NIA റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ മാസവും സമാനമായി സംസ്ഥാനത്തെ SDPI ഓഫീസുകളിൽ ED വ്യാപകമായി റെയ്ഡ് നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തുമാണ് അന്ന് റെയ്ഡ് നടത്തിയത്. കൂടാതെ രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിലായി 12 കേന്ദ്രങ്ങളിൽ അന്ന് ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് NIAയുടെ ഇപ്പോഴത്തെ നടപടിയെന്നും സൂചനയുണ്ട്. 2009 സ്ഥാപിതമായ SDPI നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണെന്ന് ED നേരത്തെ ആരോപിച്ചിരുന്നു. സാമ്പത്തികമായും നയപരമായും SDPIയിൽ PFIയുടെ സ്വാധീനമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും SDPIയെ PFI സ്വാധീനിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ED നടപടികൾ സ്വീകരിച്ചത്. അതേസമയം SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് ഫൈസി. നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ 2022 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപേ EDയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന SDPI സ്വയം സ്വതന്ത്ര സംഘടന എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയല്ലെന്ന് തെളിയിക്കാനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ. അതിനാൽ തന്നെ SDPIയെ നിരോധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കൂടാതെ ഈ കേസ് NIAയോ CBIയോ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ NIAയും റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഒപ്പം RSS നേതാവ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ 10 SDPI പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം നൽകിയത്. SDPI പ്രവർത്തകരും കേസിലെ പ്രധാന പ്രതികളുമായ ഷെഫീഖ്, നാസർ H, ജംഷീർ, B, ജിഷാദ്, അഷ്റഫ് മൗലവി, സിറാജുദ്ദീൻ, അബ്ദുൾ ബാസിദ് അഷ്റഫ്, മുഹമ്മദ് ഷെഫീഖ്, ജാഫർ തുടങ്ങിയവർക്കാണ് ജാമ്യം ലഭിച്ചത്. നേരത്തെ NIA പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിരുന്നു. വിചാരണ കോടതി ജാമ്യാപേക്ഷകൾ തള്ളിയതിനെ തുടർന്നാണ് 4 പ്രതികളും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ 17 പ്രതികൾക്ക് മുൻപ് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, PV ബാലകൃഷ്ണൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ NIA നടത്തുന്ന നീക്കങ്ങൾ നിർണായകമാണ്. എന്തായാലും SDPI നിരോധിക്കുന്നത് കേന്ദ്ര സർക്കാരിന് അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും നിരോധിക്കാനുള്ള മതിയായ തെളിവുകൾ നൽകിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് SDPIയെ നിരോധിക്കേണ്ടി വരും.